പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുട്ട ബജിയാണ്. അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്ന ഒരു പിടിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഏതാണ് ഇടേണ്ടത്? ആദ്യം കടലമാവ്. നമുക്ക് ആ മറ്റേ മെഷറിംഗ് കപ്പ് എടുക്കണം. എടുക്കും. ഇതാ മെഷറിംഗ് കപ്പ് എടുക്കുന്നുണ്ട്. ഇതില് രണ്ടര കപ്പ് മതി. 2.5 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഉപ്പ്. സ്പൂണുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി. അടുത്തത് മഞ്ഞൾപ്പൊടി ആദ്യമായിട്ടാണ്. മതി. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ അങ്ങോട്ട് നോക്കിയതേ ഉള്ളൂ, മഴ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി തട്ടിക്കഴിഞ്ഞു. കുറച്ച് മുളക് പൊടി 1/2 സ്പൂൺ മതി. നല്ല എരിവുള്ളതാണേ. ഇത്രയും വേണ്ട. അതിനോട് ഇട്. മതി. 1/2 സ്പൂണേ. ചെറിയ സ്പൂൺ 1/2 സ്പൂൺ. ഇതൊരു പിന്നെ സ്പൂൺ നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാകത്തിലാക്കാം. എന്നെ കാണിക്കുന്നത് എൻ്റെ കണ്ണ് കണ്ട റെഡ് കളർ. ആവശ്യത്തിന് അതിന് മിക്സ് ചെയ്യും. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ മുട്ടയിൽ പിടിക്കത്തില്ല. നല്ലോണം മിക്സ് ചെയ്യും. അതൊന്ന് ഉടയാൻ വേണ്ടി വിസ്കിട്ട് മിക്സ് ചെയ്യാം. ലേശം വെള്ളം കൂടി തേവോ? ഒഴിച്ചിട്ട് കടലമാവ് ഇട്ടാൽ മതി. ഇതാ ഇന്നൊന്ന് ഇളക്കും. വിസ്ക് എടുക്കും. വിസ്ക് ഒന്ന് കഴുകിട്ടോ. വിസ്ക് ഇപ്പം പാകമായത്. നല്ല കുറുകി നല്ലപോലെ മിക്സ് ചെയ്യും. ഒന്ന് ഇങ്ങനെ ആക്ക്. വെള്ളം കറക്റ്റാണ്. ഇപ്പം കറക്റ്റ് അല്ലേ? നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട വേവുന്നതേ ഉള്ളൂ. ഇനി മുട്ട ഇതായിട്ട് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കണം. അങ്ങനെ ഗൈസ്, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മുട്ട കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മുടെ മുട്ടക്കുട്ടന്മാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഈ പൊടി എന്താന്ന് വെച്ചാല് കുരുമുളക് പൊടിയാണ്. അപ്പൊ ബാറ്റർ ഇവിടെ റെഡിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയും ഇവിടെ ചൂടായിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഈ മുട്ട എടുക്കാം.
മുട്ട എടുക്കാം. ഞാനാണ് കുരുമുളക് കുറച്ച് കുരുമുളക് പൊടി മുകളിൽ ഇങ്ങനെ ഇടാം. ആ, എന്നിട്ട് ഇതിലിങ്ങനെ മുക്കി മാവിലിങ്ങനെ മുക്കിയിട്ട് മാവിയോ നമുക്ക് എണ്ണയിലൊക്കെ ഇങ്ങനെ ആ ഗായ്സ് ഇട്ട് കൊടുക്കാം. കണ്ടോ? അങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കണം. പിന്നെ ഗായ്സ് ആ വഴികാണ്ടന്നെ ആ വീഡിയോ വരുന്നുണ്ട്, ദേശത്തിനെ കെട്ടിയിട്ട് കടുക് പൊട്ടിക്കുന്ന വീഡിയോ. എന്തായാലും തീർച്ചയായിട്ടും വരും അല്ലേ മാൻ? മുക്കി ഇട്ടു. അതുപോലെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. ഗായ്സ് നമ്മുടെ ദേവചേച്ചി ഇതാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ അമ്മ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. അപ്പൊ guys, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ഗായ്സ് നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കഴിക്കാം. ചൂടോ? നോക്ക് കാണിക്കാം. എന്താ മിന്നല്? അടിപൊളി ഗൈസ്. കുരുമുളകുണ്ട്. പുറത്ത് നല്ല മഴയും മിന്നലുമാണ്. ചൂട്. ഭയങ്കര ചൂടാണ്. പുറത്ത് നല്ല തണുപ്പ്, അകത്ത് നല്ല ചൂടുള്ള മുട്ട ബജി. മുട്ടയല്ല, മുട്ട. മുട്ടയാണോ അതോ മുട്ടയാണോ? മൂട്ടയല്ല, മുട്ട. ഈ മിന്നല് കണ്ടോ? വേഗം പറ. എന്ത് അടിപൊളിയാണ്. അടിപൊളിയാട്ടോ. കുരുമുളകോട് ചേർന്നപ്പോ നല്ല ഇടി പെയ്യുന്നുണ്ട്. നല്ല ഇടിയാണ്. ദേവിന്റെ വായിന്ന് ആവി പറക്കുന്നു. അപ്പൊ കഴിച്ച് എന്തായാലും വേറെ ലെവലാണ്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഞങ്ങള് മുട്ട ബജി കടയിൽ ഞങ്ങൾ ഇതൊരു വീട്ടിലുണ്ടാക്കിയിട്ടില്ല മുട്ട ബജി. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ നമ്മുടെ നല്ല സ്കിപ്പ് ചെയ്യാൻ കാണാൻ മറക്കരുത്.